ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കൽ ഇന്ന് കഴിഞ്ഞു. നല്ല എക്സാം ആയിരുന്നു. കുഴപ്പമൊന്നുമില്ല, എല്ലാം ചെയ്യാൻ പറ്റി. എനിക്ക് സോൾട്ട് അനാലിസിസ് ആയിരുന്നു പിന്നെയും പേടി കിട്ടുമോ എന്നുള്ളത്. പക്ഷെ അതും കിട്ടി. മൊത്തത്തിൽ എക്സാം നല്ലതായിരുന്നു. പിന്നെ വൈവ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ഞങ്ങളോട് ചോദിച്ചില്ല. വൈവ സെക്ഷൻ ഇല്ലായിരുന്നു. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കാണിച്ചുതരാം. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നലെ ഞാനിട്ട ഷോർട്സിനകത്ത് അതിൻ്റെ ഒരു മോഡൽ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. അപ്പം ഇത് തല പിടിച്ചാൽ കാണത്തില്ലേ എന്തോ ഇതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എസ്റ്റിമേറ്റ് ദ മാസ് ഓഫ് KOH. വോളിമെട്രിക് അനാലിസിന്ന് KOHൻ്റെ മാസ് കണ്ടുപിടിക്കാനായിരുന്നു. HCl ഉപയോഗിച്ചിട്ട് 3.7 gram per liter ആയിരുന്നു മാസ് പെർ ലിറ്റർ. അതാ ക്വസ്റ്റ്യൻ. പിന്നെ മറ്റേ എല്ലാം അതുപോലെ തന്നെ ഇതിൻ്റെ പ്രിൻസിപ്പൾ പ്രൊസീജിയർ എഴുതുക. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. അടുത്ത 5 മിനിറ്റ് കൊണ്ട്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ സോൾട്ട് അനലൈസ് ചെയ്യുക. അങ്ങനെ. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റിൽ പ്രിൻസിപ്പളും പ്രൊസീജിയറും എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഇൻസ്ട്രക്ഷൻസ് എല്ലാം ആദ്യം പറഞ്ഞിട്ട് പിന്നെ അതായിരുന്നു. അത് എഴുതി കൊടുത്തിട്ട് അതെല്ലാവരും എഴുതി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടീച്ചർ പറയുന്ന പോലെ ആയിരിക്കും. ഇപ്പം ഞാൻ വോളിമെട്രിക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ അടുത്ത ആൾ ചിലപ്പോൾ സോൾട്ട് ആയിരിക്കും. അങ്ങനെ ഓർഡറായിട്ട് അങ്ങനെ ആ ടീച്ചർ സെലക്ട് ചെയ്യുന്ന പോലെ അങ്ങനെ ആയിരിക്കും ചെയ്യുന്നത്. പിന്നെ വോളിമെട്രിക് എനിക്ക് കുഴപ്പമില്ലായിരുന്നു, ചെയ്തു. എനിക്ക് 19.6 ആയിരുന്നു വാല്യൂ കിട്ടിയത്. അത് കിട്ടി. കാൽക്കുലേഷൻ ഞാൻ ചെയ്തു. ആദ്യം ഈ ഒബ്സർവേഷനിൽ ഈ 19.6 കൊണ്ട് ടീച്ചറിനെ കാണിച്ചിട്ട് ടീച്ചർ ഒരു ടിക്ക് തരും. ഞാനൊരു സർക്കിൾ ഇട്ടിട്ട് ഒരു ടിക്ക് തരും. അതിന് ശേഷമാണ് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. ഞങ്ങളുടെ അവിടെ അങ്ങനെയായിരുന്നു, എല്ലായിടത്തും അങ്ങനെയല്ലേ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. പിന്നെ അപ്പം അത് കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് സോൾട്ട് അനാലിസിസ്. സോൾട്ട് എൻ്റെ 14 എൻ്റെ സോൾട്ടിൻ്റെ നമ്പർ. അപ്പം സോൾട്ട് അനാലിസിസ് അതെടുത്തു. അത് അമോണിയ അസറ്റേറ്റ് ആയിരുന്നു എനിക്ക് കിട്ടിയ സോൾട്ട്. അസറ്റേറ്റ് ചെയ്തു. അമോണിയ എനിക്ക് നെസ്ലസ്റ്ററീസിൻ്റെ ആഡ് ചെയ്തു. പക്ഷേ ബ്രൗൺ കളർ വൃത്തിക്ക് വന്നില്ല. അതുമല്ല വൃത്തിക്ക് വന്നില്ലെന്നല്ല, കളർ വന്നിട്ട് ആ കളേർഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് തന്നെ സെപ്പറേറ്റഡായി. എന്നിട്ട് വൈറ്റ് സൊല്യൂഷൻ താഴെ, വെള്ള സൊല്യൂഷൻ താഴെ, അങ്ങനെ. അപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ടായി. ഞാൻ വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കി. എന്നിട്ട് നല്ലതായിട്ട് കുലുക്കിയൊക്കെ നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആഡ് ചെയ്ത സൊല്യൂഷൻ കൂടുതലും നമ്മുടെ നെസ്ലസ്റ്ററീസിൻ്റെ കുറവ് വരുന്നു. അപ്പം ഞാൻ കുറച്ചുകൂടെ നെസ്ലസ്റ്ററീസിൻ്റെ സെയിം എമൗണ്ട് ആക്കിയപ്പം കിട്ടി. അങ്ങനെ അമോണിയ അസറ്റേറ്റും കിട്ടി. അപ്പോൾ അത്രയേ ഉള്ളൂ. അമോണിയ അസറ്റേറ്റ് ആയിരുന്നു എൻ്റെ സോൾട്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു കെമിസ്ട്രി. പിന്നെ കുത്തി കഴിച്ചത് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ, കഷ്ടപ്പെട്ടിരുന്ന കെമിസ്ട്രി റെക്കോർഡും അവസാനം കുത്തി. നാളെ ഇനിയും മാത്സിൻ്റെ പ്രാക്ടിക്കലൂടെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പ്രാക്ടിക്കലെല്ലാം കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.